സദ്യകൾക്ക് വിളമ്പാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. ഓണസദ്യയ്ക്കും വിഷുസദ്യയ്ക്കും വിളമ്പാവുന്ന ഈ വിഭവം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം മാമ്പഴം കഷ്ണങ്ങളാക്കി മുറിച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം. നാട്ടുമാങ്ങകൾ കിട്ടുകയാണെങ്കിൽ അത് വളരെ സ്വാദിഷ്ടമാണ്. ഇതിപ്പം ബദാമിയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മാങ്ങ വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളവും നന്നായിട്ട് വറ്റി കിട്ടും. ആ സമയത്ത് തേങ്ങയിൽ പച്ചമുളകും ചുമന്ന മുളകും ചേർത്ത് അരച്ചെടുക്കുക. മുളക് ചേർക്കുന്നത് അവരവരുടെ എരിവിന് ആവശ്യമുള്ള മുളക് ചേർക്കുക. മാമ്പഴം വെന്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വറ്റി വെന്ത് വന്നിട്ടുണ്ട് മാമ്പഴ കഷ്ണങ്ങൾ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്, ഇപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് മോരാണ് എടുത്തിരിക്കുന്നത്. വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളം വേണമെങ്കിലും എടുക്കാം. അത് മോര് വെച്ച് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്വാദ് ആയിരിക്കും. നമ്മളിതിൽ വെള്ളം തിളപ്പിക്കാൻ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം കരിവേപ്പിലയും ചേർത്ത് തേങ്ങ നല്ലോണം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറി അത് വറ്റി വരുമ്പം അതിലേക്ക് ഉടച്ച തൈര് ചേർക്കുക. ഇത് 1 ലിറ്റർ തൈര് ചേർക്കുന്നുണ്ട്. അവരവർക്ക് എത്രയാണോ തൈര് മോര് വേണ്ടത് അതിൻ്റെ കുറുക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒഴിച്ചു കൂട്ടാനാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് ഉടച്ച് ചേർക്കുക. ഇതിപ്പം നല്ല ഒരുപാട് കുറുകിയല്ല ഒരുപാട് ലൂസായിട്ടും അല്ലാത്ത രീതിയിലാണ് തൈര് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അവസാനം താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ചുമന്ന മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് ഉടനെ അടച്ചു വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്കത് ഇളക്കിയാൽ മതി. അതിൻ്റെ മണം കൂട്ടാനിലും എല്ലായിടത്തും കിട്ടാനാണ് താളിപ്പ് ചേർത്ത് ഉടനെ അത് അടച്ചു വയ്ക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. നമുക്കിത് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ വിഷുവിന് മാമ്പഴ പുളിശ്ശേരി ഇതുപോലെ തയ്യാറാക്കി നോക്കുക. മാമ്പഴത്തിൻ്റെ കൂടെ കഷ്ണങ്ങൾ ചേർക്കണം എന്നുള്ളവർക്ക് അതും ചേർക്കാം. മുരിങ്ങയ്ക്കയും വെള്ളരിക്കയൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ മാമ്പഴം മാത്രം വെച്ചാണ് പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.